ഹായ് ഓൾ. 2025 ഏപ്രിൽ 21 തിങ്കളാഴ്ച, അതായത് ഇന്ന്, ഫ്രാൻസിസ് മാർപ്പാപ്പ ഇഹലോകത്തിൽ വെടിഞ്ഞു. അദ്ദേഹം 2013 മുതൽ 2025 വരെ മാർപ്പാപ്പ സ്ഥാനം അലങ്കരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് പകരം പുതിയ മാർപ്പാപ്പയെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കാൻ പോകുകയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പിൻഗാമിയായേക്കാവുന്ന പ്രധാന 5 മാർപ്പാപ്പ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത്. നമ്പർ 1, കാർഡിനാൾ പിയട്രോ പരോളിൻ ഫ്രം ഇറ്റലി. വത്തിക്കാനിലെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്. നയതന്ത്ര പരിചയവും ഭരണപരവും ശക്തം. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഏറ്റവും വിശ്വസ്തനായ ഒരു വ്യക്തി. നമ്പർ 2, കാർഡിനാൾ ലൂയിസ് ആന്റോണിയോ ടാക്ലെ ഫ്രം ഫിലിപ്പീൻസ്. വലിയ ആത്മീയതയും എളിമയും. ഫ്രാൻസിസിൻ്റെ ആശയങ്ങളോട് വലിയ അടുപ്പം. ഏഷ്യയിലെ ഏറ്റവും പ്രശസ്തനായ കത്തോലിക്ക നേതാവ്. നമ്പർ 3, കാർഡിനാൾ പീറ്റർ ടക്സ്കൻ ഫ്രം ഗാന, ആഫ്രിക്ക. ആഫ്രിക്കയിൽ നിന്ന് മാർപ്പാപ്പ ആവാൻ സാധ്യതയുള്ള ആദ്യ വ്യക്തി. സാമൂഹ്യനീതിയും പരിസ്ഥിതി സ്നേഹവും മുൻതൂക്കം. ലോകത്തിലെ കത്തോലിക്കരെ കൂടുതൽ സമാനമായി പ്രതിനിധീകരിക്കാൻ കഴിയുന്നവൻ. നമ്പർ 4, കാർഡിനാൾ പീറ്റർ എഡ്രോ ഫ്രം ഹംഗറി. യൂറോപ്പിലെ ശക്തനായ മതപണ്ഡിതൻ. തീവ്ര പരമ്പരാഗത നിലപാടുകളുള്ള വ്യക്തി. കത്തോലിക്ക ആചാരങ്ങളുമായി വലിയ അനുഭവമുള്ള നേതാവ്. നമ്പർ 5, കാർഡിനാൾ സെൻഡി ഒമാലെ ഫ്രം അമേരിക്ക. അമേരിക്കയിൽ നിന്നുള്ള ശക്തനായ സ്ഥാനാർത്ഥി. പീഡനക്കേസുകളെ നേരിടാൻ വലിയ പങ്കുവഹിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ അഭിമാനപ്പെട്ട ഉപദേഷ്ടാവ്. ഈ 5 പേരുമാണ് ഇപ്പോഴത്തെ ഏറ്റവും സാധ്യതയുള്ള പാപ്പ സ്ഥാനാർത്ഥികൾ. ഇവരിലൊരാൾ കത്തോലിക്ക സഭയുടെ ഭാവിയെ നയിക്കാനാണ് സാധ്യത. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.